കോൺട്രാസ്റ്റ് മരുന്ന് കൊടുത്ത് CT സ്കാൻ എടുക്കുമ്പോൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓഫ് കോഴ്സ് കോൺട്രാസ്റ്റ് മരുന്ന് CTക്ക് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഡൈ കിഡ്നി തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് കിഡ്നിക്ക് ടോക്സിക്കുമാണ് എന്ന് വെച്ച് എല്ലാവർക്കും ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറില്ല. എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളിന് എലക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് കോൺട്രാസ്റ്റ് മരുന്ന് കൊടുത്ത് CT എടുക്കുമ്പോൾ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ അനുബന്ധ രോഗങ്ങളായ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഉള്ള എൽഡർലി ആയിട്ടുള്ളൊരു വ്യക്തിക്ക് കോൺട്രാസ്റ്റ് മരുന്ന് കൊടുക്കുമ്പോൾ പലപ്പോഴും കിഡ്നിക്ക് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കോൺട്രാസ്റ്റ് CT എടുക്കുന്നതിന് മുമ്പ് ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്രിയാറ്റിൻ എന്തെങ്കിലും റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ലൈക്ക് AC ഇൻഹിബിറ്റേഴ്സ്, ARBs, ഡയബറ്റീസിന് കഴിക്കുന്ന SGLT2 ഇൻഹിബിറ്റേഴ്സ്, ഇതൊക്കെ കോൺട്രാസ്റ്റ് CTയുടെ തലേ ദിവസം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കോൺട്രാസ്റ്റ് CT എടുത്തതിന് ശേഷം ക്രിയാറ്റിൻ നോർമൽ ആണെന്ന് അടുത്ത ദിവസം എൻഷുർ ചെയ്തിട്ട് മാത്രമേ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ആ കോൺട്രാസ്റ്റ് മരുന്ന് കൊടുത്ത് CT എടുക്കുന്ന ആ സമയത്ത് അഡിക്വേറ്റ് ആയിട്ട് ഹൈഡ്രേഷൻ്റെ ആവശ്യമുണ്ട്. ഇതേ ഇഷ്യൂ തന്നെയാണ് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും കാലിലേക്കുള്ള ഓട്ടം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്ന പെരിഫറൽ ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. ഈ കൊറോണറി ആൻജിയോഗ്രാം നമുക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കൊറോണറി ആൻജിയോഗ്രാം നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഇലക്റ്റീവായി പ്ലാൻ ചെയ്യുന്ന കൊറോണറി ആൻജിയോഗ്രാമിന് മുമ്പും പെരിഫറൽ ആൻജിയോഗ്രാമിന് മുമ്പും നമുക്ക് ഈ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ സാധാരണ രീതിയിൽ കോൺട്രാസ്റ്റിന് കിഡ്നിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പലപ്പോഴും ചെറിയ റൈസ് ഇൻ ക്രിയാറ്റിൻ ആയിരിക്കും. അതൊരു 2 to 3 വീക്സ് കഴിയുമ്പോൾ നോർമലൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ അഡിക്വേറ്റ് പ്രിക്കോഷൻസ് എടുക്കാതെ വേറെ അസുഖങ്ങളുള്ള ചില പ്രോബ്ലംസ് ഉള്ള മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർക്ക് കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും കിഡ്നി ഫെയിലൂറും കിഡ്നി ഷട്ട് ഡൗൺ വന്ന് ഡയാലിസിസ് പോലത്തെ ആവശ്യകത വരാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് പ്രിക്കോഷൻസ് എടുത്ത് മെഡിസിൻസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് CT എടുത്താൽ ഒരു വലിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും.